ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ ഞാൻ എൻ്റെ കെട്ടുവിനോട് എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ കെട്ടുവിന് എടുത്ത് തന്ന വീഡിയോ ആണ് കേട്ടോ. ഈ കൊച്ചു എൻ്റെ ഒപ്പം തന്നെ ചാടി എഴുന്നേറ്റിട്ടുണ്ട്. രാവിലെ തന്നെ എഴുന്നേറ്റ് വരുന്നൊരു സീനാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട, അവിടെ എല്ലാം തുണി ഉണങ്ങാത്തതിൻ്റെ തുണിയെല്ലാം വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അവൾ എഴുന്നേറ്റിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ എഴുന്നേറ്റപ്പോഴത്തേനും അപ്പോൾ അവളെ ഞാൻ ഇച്ചിരി നേരം കൊഞ്ചിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഇനിയിപ്പോൾ 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ സ്കൂൾ തുറക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ അവളെ കവളത്തൊക്കെ പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പം ആ മുറിയിൽ വെട്ടമില്ലാത്തതുകൊണ്ട് തന്നെ ലൈറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ പല്ലൊക്കെ തേച്ചിട്ട് വരാവേ. പിന്നെ നേരെ തന്നെ അടുക്കളയിലോട്ട് കയറി കേട്ടോ. നമുക്ക് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അടുപ്പിലാണ് കേട്ടോ എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എപ്പോഴും ഗോതമ്പിൻ്റെ ഐറ്റംസ് അല്ലേ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ വെള്ളം ചൂടാക്കി ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് കുഴച്ചൊക്കെ കഴിഞ്ഞു. പിന്നെ ചപ്പാത്തി പരത്തുന്ന കല്ലൊക്കെ ഒന്ന് ക്ലീനാക്കി ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ആദ്യമൊക്കെ ചപ്പാത്തി പരത്തുന്നത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ചെയ്ത് ശീലമായിട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനെ വിറകിൽ അടുപ്പിലാണെന്നൊക്കെ പറഞ്ഞാലും എനിക്കിങ്ങനെ പണിയൊന്നും ചെയ്യാനൊട്ടും മടിയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനതൊക്കെ ആസ്വദിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ചപ്പാത്തി പരത്താൻ നോക്കുവാണേ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി എല്ലാം പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കണം. ഉള്ളിക്കറിയാണ് കേട്ടോ ചപ്പാത്തിക്ക് വെക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്കുള്ള ഉള്ളിക്കറി വെക്കാൻ വേണ്ടിയിട്ട് സവോളയൊക്കെ എടുക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു സവോള മതിയായിരിക്കും കേട്ടോ. ഒരു സവോളയൊക്കെ എടുത്ത് കറി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. പിന്നെ എന്തെങ്കിലും കറി വെക്കാനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേനും നമ്മുടെ വേലിച്ചീര ഇല്ലാതെ കുറേ നീപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കപ്പത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ കയറി ഞാൻ വേലിച്ചീര പറിക്കുകയാണ്. മഴയൊക്കെ പെയ്തിട്ട് നനഞ്ഞൊക്കെയാണ് കേട്ടോ നിന്നിരുന്നത്. അപ്പോൾ കപ്പത്തോട്ടത്തിനകത്ത് ക്ലീനൊന്നും ആക്കിയിട്ടില്ല. ഇടയ്ക്ക് പുല്ലൊക്കെ പറിക്കുന്നതാണ് കേട്ടോ, നല്ല ക്ലീൻ ആക്കുന്നതാണ്. പക്ഷേ ഇപ്പം പുല്ലൊന്നും പറിച്ചിട്ടില്ല. അപ്പോൾ അവിടെ തന്നെ കുറേ ഉണ്ട് കേട്ടോ ചീര. ഒരു കറിക്കുള്ളതൊക്കെ എപ്പോഴെന്ന് പറഞ്ഞ പോലെ കിട്ടും കേട്ടോ ചീര. കാരണം അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ ഉണ്ട്. അവിടെ നിൽക്കുന്ന ചീര അത്യാവശ്യം വലുതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ ചീരയല്ല. ഞാനിപ്പോൾ താഴേന്ന് തൊട്ടിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുമായിരുന്നു കേട്ടോ. ഒരൊറ്റ ചീര തന്നെയുണ്ട് കുറേ തണ്ടുകൾ തന്നെ, കിളിർത്ത തണ്ടുകൾ തന്നെ കിട്ടും കേട്ടോ നമുക്ക്. അതിനാണ് കേട്ടോ പ്രത്യേക ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചീരത്തോരന്. എനിക്ക് മറ്റേ ചീരയൊന്നും എനിക്കിഷ്ടമില്ല. ചുമന്ന ചീരയോ കടയിൽ നിന്ന് മേടിക്കുന്ന ചുമന്ന ചീരയോ പച്ചച്ചീരയോ ഒന്നും എനിക്കിഷ്ടമില്ല കേട്ടോ. എനിക്ക് ഈ ചീരയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചീരയിലൊക്കെ പറിക്കുന്നുണ്ട്. അപ്പോൾ അത് കയ്യോടെ തന്നെ അങ്ങ് അരിഞ്ഞു വെക്കാമെന്ന് ഓർത്തു കേട്ടോ. കാരണം നമുക്ക് ഒരെണ്ണം മാറ്റിയിട്ട് അടുത്ത് തെരുതെര ഉണ്ടാക്കുന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അരിഞ്ഞു വെക്കുവാണെങ്കിൽ എളുപ്പമല്ലേ എന്ന് ഓർത്താണ് ഞാനത് പെട്ടെന്ന് തന്നെ അരിഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചപ്പാത്തി ചുടാനുള്ള ശ്രമമാണ് അതിനിടയ്ക്ക് ഞാൻ നടത്തി. കാരണം ചോറൊക്കെ തിളപ്പിച്ച് ഊറ്റിയായിരുന്നു. അപ്പോഴത്തേനും ചപ്പാത്തിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം കയറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ പാത്രമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഓരോരോ ചപ്പാത്തിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. പെട്ടെന്ന് ആവത്തില്ല കേട്ടോ, കാരണം ഇടയ്ക്ക് തീയൊക്കെ കെട്ടുപോകും, പിന്നെയും തീ കത്തിക്കും. അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വിറകും കുറവാണ്. നമുക്ക് നമ്മുടെ ഈ പട്ടിക കഷ്ണമില്ലേ, അതൊക്കെ വെട്ടിയെടുത്തേക്കൂട്ട് വിറകാണ് കേട്ടോ. ഇനി വിറകെടുക്കാൻ വേണ്ടിയിട്ട് മഴയൊക്കെ തോർന്നതിന് വീട്ടിലൊന്ന് പോകണമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ മഴയൊക്കെ ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് പോകാനൊന്നും ഒത്തില്ല. അപ്പോൾ ചപ്പാത്തി ഓരോന്നായിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റത്തെയായി ചപ്പാത്തിയൊക്കെ അത് ചുട്ട് തീർന്നു കേട്ടോ. അവസാനത്തെയാണ് കേട്ടോ, ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ. അപ്പോൾ അവസാനത്തെ ചപ്പാത്തി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കഴിക്കാനുള്ള കറക്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഉണ്ടാക്കി തീറ്റ കഴിഞ്ഞ് തിന്നാറായപ്പോഴത്തേനും ഒരാളുടെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ കയറി വരുന്നവർക്കും കൂടെ നമ്മൾ ആഹാരം ഉണ്ടാക്കി വെക്കണമെന്ന്. കയറി വരുന്നവർക്ക് ആഹാരം ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ച് നമ്മുടെ വീട്ടിൽ എന്തുണ്ടോ അത് കയറി വരുന്നവരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചോദിച്ചാൽ കൊടുക്കാമെന്ന് മാത്രമേ എൻ്റെ ഒരു പോളിസിയിലുള്ളൂ. അല്ലാണ്ട് കയറി വരുന്നവരെ മുൻകൂട്ടി കണ്ടിട്ട് ഈ അടുപ്പിൽ വിറകില്ലാണ്ട് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാൻ എനിക്ക് പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് എന്നോട് പറയുന്നവരോട് കറക്റ്റായിട്ടുള്ള മറുപടി ഞാൻ അപ്പം തന്നെ കൊടുക്കാറുണ്ട്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അതും ചൂടായിട്ടൊക്കെ വേണം കേട്ടോ നമുക്ക് കടുകൊക്കെ പൊട്ടിക്കാൻ. കാരണം ഭയങ്കര പാടാണ് കേട്ടോ. തീ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ ഇത് ഭയങ്കരമായിട്ടും ഇങ്ങനെ തീ ചിലപ്പോൾ ഇങ്ങനെ കത്തും, ചിലപ്പോൾ കത്തത്തുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളിക്കറിയും കൂടെ വെക്കുന്നുണ്ട് പെട്ടെന്ന്.
അപ്പോൾ നമ്മുടെ ഉള്ളിക്കറിയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി കഴിക്കാം കേട്ടോന്നേ, കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഈ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പം ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിലപ്പോൾ വീട്ടിലോട്ട് വൈകിട്ട് പോകാൻ ചാൻസ് ഉണ്ട്, വിറകൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കറിവേപ്പും പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പാത്രം തേക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് പാത്രം തേക്കിച്ച് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. കാരണം നേരത്തെ എന്ന് പറഞ്ഞാൽ കരിയുള്ള പാത്രമല്ലായിരുന്നു, ഇപ്പോൾ കരി അടിഭാഗത്ത് നല്ല രീതിക്ക് കരി പറ്റുന്ന പാത്രമാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് കഴുകി വെക്കണം. അപ്പോൾ പാത്രമൊക്കെ ഞാൻ ഓർക്കാതെ സ്റ്റീൽ പാത്രം കഴുകുന്ന സാധനമായിട്ട് ഞാൻ ഓർക്കാതെ കഴുകി കേട്ടോ. എന്നിട്ട് പിന്നെ അതിൽ കുറച്ച് കരിയൊക്കെ ആയിരുന്നു, പിന്നെ ഞാൻ കുറേ കഴുകി കളഞ്ഞപ്പോഴത്തേനും അതങ്ങ് പോയി. പെട്ടെന്ന് ഞാൻ ഓർക്കാതെ അങ്ങ് കഴുകിയതാണേ. ആദ്യം ഞാൻ ഓർത്ത് കരിയില്ലല്ലോ എന്ന് ഓർത്ത് പെട്ടെന്ന് അങ്ങനെ ഓർത്ത് കഴുകിയതാണേ. അപ്പോൾ അതങ്ങനെ സംഭവിച്ചു. പിന്നെ സ്റ്റീൽ പാത്രമൊക്കെ കഴുകിയെടുക്കുന്നുണ്ട്. കുറച്ച് പാത്രം ഉള്ളൂ കേട്ടോ കഴുകുന്നത്. ചെയ്യുന്നത് അപ്പം തന്നെ കഴുകി വെക്കുവാണ്, പിന്നെ കൂടി കിടക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് കഴുകി വെച്ചേക്കാമെന്ന് ഓർത്തു. എപ്പോഴും ഇവിടെ പേടിച്ചാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്, കാരണം തൊട്ടപ്പുറത്താണ് ഞാൻ പാമ്പിനെ കണ്ടത്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും പേടിയാണ് കേട്ടോ. ഒരു വട്ടം ഞാനിങ്ങനെ കഴുകിക്കൊണ്ട് നിന്നപ്പോൾ എൻ്റെ കാൽച്ചുവട്ടിൽ വന്നതാണ് ഒരു പാമ്പ്. അതിനെ പിന്നെ അച്ഛനും ചേട്ടായും കൂടെ തല്ലിക്കൊന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഞാനതുകൊണ്ട് എപ്പോഴും സൂക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകിയെടുത്തു. ചേട്ടായും കൊച്ചും കൂടെ കടയിലോട്ട് പോകാൻ അവൾ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. അവളെ ഒന്ന് കടയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുള്ളൂ, അപ്പം തന്നെ ഭയങ്കര വഴക്കായിരുന്നേ. അപ്പോൾ ഗൈസ് ഞാൻ തുണിയൊക്കെ അലക്കുന്നു. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇച്ചിരി തുണി അലക്കാനുണ്ട് കേട്ടോ, ലേശം. അത് കൈ കൊണ്ട് ചുമ്മാ ഒന്ന് കുത്തിപ്പിഴിഞ്ഞിട്ടാൽ മതി. അപ്പോൾ അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരാളിവിടെ സ്കെച്ച് പെന്ന് വെച്ച് വരയ്ക്കുകയാണ്. എത്രാമത്തെ സ്കെച്ച് പെന്നാന്ന് എനിക്കറിയത്തില്ല. ഇതെല്ലാം അതിൻ്റെ അകത്ത് എടുത്തിട്ട് വെച്ചേക്കണം, കളഞ്ഞേക്കരുത് കേട്ടാ. പറഞ്ഞു ഇനി മേടിച്ച് തരികയല്ലേ സ്കെച്ച് പെന്ന. ഏടാ ഈ വിറക്? അതാ കോടാലിക്ക് കയറത്തില്ലേ. ഞാൻ ഫോണൊന്ന് കൊണ്ട് കുത്തിയിട്ടെ, ബാക്കി വീഡിയോ ഫോൺ കുത്തിയിട്ട് ഫോൺ ചാർജായിട്ട് എടുക്കാം. പിന്നെ ഗായ്സ് എനിക്ക് ഇച്ചിരി നോട്ട് എഴുതാനുണ്ടായിരുന്നു കേട്ടോ, റെക്കോർഡാണ്. അപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിൽ വരെ പോകണം കേട്ടോ. അപ്പോഴത്തേനും എഴുതാനൊന്നും നേരം കിട്ടത്തില്ല. വൈകുന്നേരം ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നേരത്തെ എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, കൊച്ചിൻ്റെ കോട്ട അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടല്ലോ. അയ്യോ ഉടമ്പറ്റത്ത് പോകാവേ. ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. പോയിട്ട് ഞങ്ങൾ വൈകുന്നേരത്തേന് വരും. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. വേണം അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ജാതിക്ക് ഉണങ്ങാനിട്ടേക്കുന്നു. ഭയങ്കര വെയിലാണ് കേട്ടോ. ഞങ്ങൾ പോയിട്ട് വരാവേ. ഗൈസ് നമ്മുടെ വീട്ടിലെ റംബൂട്ടാൻ ഇതിങ്ങനെ പഴുത്ത് വരുന്നേ ഉള്ളൂ, പക്ഷെ പഴുത്ത് വരുന്നതിന് തന്നെ നല്ല മധുരമാണ് കേട്ടോ. ഇത് അവിടെയെല്ലാം പഴുത്ത് വരാറായി ഇരിപ്പുണ്ട്. കുറേ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ പകുതി മുക്കാലും പൊഴിഞ്ഞു പോയി. അതാണ് സംഭവിച്ചത്. നല്ല സാധനമായിരുന്നു കേട്ടോ, നല്ല മധുരമുള്ള റംബൂട്ടാനാണ് ഇവിടുത്തത്. പക്ഷെ കുറേ പൊഴിഞ്ഞു പോയി. അപ്പുറത്തെ വീട്ടിലൊക്കെ നിറച്ച് നിൽപ്പുണ്ട് കേട്ടോ. അവിടെ നിന്നൊന്നും നമുക്ക് തരും, ഇടയ്ക്ക് തരും. പിന്നെ ഇത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ എനിക്ക് തിന്നാൻ കാണും കേട്ടോ. ഇത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയുടെ നൈറ്റിയാണ് കേട്ടോ എടുത്തിട്ടേക്കുന്നത്. അമ്മയുടെ നൈറ്റിയല്ല, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പം തയ്പ്പിച്ച നൈറ്റിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ചക്കച്ചുള ഉണ്ടായിരുന്നു. അപ്പം അത് ചെറുതായിട്ട് പുളിച്ചു തുടങ്ങിയ ചക്കച്ചുളയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അമ്മ വെട്ടി തന്നു. അതൊക്കെ ഇരുന്ന് അവൾ ഒത്തിരുന്ന് ഞാൻ തിന്നു. പിന്നെ കുറച്ച് കൊക്കോയുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 3-4 കൊക്കോയുണ്ട്. അതിനകത്ത് നിന്ന് ചെറിയൊരു ആദായം പോലെ അമ്മയ്ക്ക് കുറച്ച് കൊക്കോക്കുരു കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു വർഷത്തിൽ ഒരു കൊക്കോയുടെ വില അനുസരിച്ച് കൊക്കോക്കുരുവൊക്കെ അത്യാവശ്യം കിട്ടാറുണ്ട് കേട്ടോ. ഒരു 3-4-5 കിലോ എങ്കിലും കിട്ടാറുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പേരയിൽ ഒരു പേരയ്ക്കയൊക്കെ പറിച്ച് നിന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അയൽക്കൂട്ടത്തിന് ഇറങ്ങി പോവാണ്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് 10 മിനിറ്റ് ദൂരം നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെയാണ് കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ പള്ളി. ഇത് രസമുണ്ടല്ലോ, പുതുക്കി പണിത പള്ളിയാണ് കേട്ടോ. പഴയ പള്ളി അങ്ങനെ അല്ലായിരുന്നു. പിന്നെ അയൽക്കൂട്ടം കൂടാൻ വേണ്ടി ഞങ്ങളിത് അവിടെ വന്നു കേട്ടോനെ, പഞ്ചായത്തിൻ്റെ അടുത്ത് വന്നു.
അപ്പോൾ ഈ ഹെൽത്തൊക്കെ ചെയ്ത് ക്ലാസ് എടുത്തെടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാണ് കേട്ടോ. അപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ കൈകി വന്നപ്പോഴത്തേനും. എനിക്ക് 6 മണിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, അത് എനിക്കിത് നേരത്തെ പോരണമായിരുന്നു. അപ്പോൾ അത്രയും ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ.